പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 3-4 ആഴ്ചകളായി പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൻ്റെ 34-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തേതുപോലെയുള്ള 2 കൽപ്പലകകൾ ചെത്തിയെടുക്കുക. നീ ഉടച്ചു കളഞ്ഞ പലകയിലുണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാനതിൽ എഴുതാം. പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായി മലമുകളിൽ എൻ്റെ മുൻപിൽ സന്നിഹിതരാകണം. ആരും നിന്നോടൊരുമിച്ച് കയറി വരരുത്. മലയിലെങ്ങും ആടുകളോ മാടുകളോ മേയരുത്. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിരാവിലെ എഴുന്നേറ്റ് ചെത്തിമിനുക്കിയ കല്ലുമായി സീനായി മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. അവിടെ വെച്ച് ദൈവം അവനോട് സീനായി മലയുടെ മുകളിൽ വെച്ച് സംസാരിച്ചു. ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തി തന്നു. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 34-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിലാണ് നമ്മൾ വന്ന് അവസാനിച്ചത്. അവിടെ നമ്മൾ വായിച്ചത് കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ് എന്നാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണ്? കാരുണ്യവാനായ ദൈവമാണ്, കൃപാനിധിയായ ദൈവമാണ്. ഒരു വ്യക്തിക്ക് ജീവിതത്തിലുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വിശ്വാസ പ്രതിസന്ധിയാണ്. ഭൗതിക ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. എനിക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒന്നും ജീവിതത്തിൽ സംഭവിക്കില്ല. അപ്പം അതുകൊണ്ട് വിശ്വസിക്കാനൊരു ദൈവമുണ്ട് എന്നും ആ ദൈവം ആരാണ് എന്നുമുള്ള തിരിച്ചറിവുകൾ ആത്മീയതയിലും ഭൗതിക ജീവിതത്തിലും നമ്മളെ പിടിച്ചു നിർത്തുന്ന അടിസ്ഥാനമായ ഘടകമാണ് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചു വരിക. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം കാരുണ്യവാനായ ദൈവം, കാരുണ്യവാനെന്ന് പറയുക മാത്രമല്ല, അവൻ ചെയ്തതെല്ലാം കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളുമായിരുന്നു. എന്താണ് കാരുണ്യം എന്ന വാക്കിൻ്റെ അർത്ഥം? നമുക്കെല്ലാവർക്കും അറിയാം. അർഹതയില്ലാത്തവന് കൊടുക്കുന്ന സ്നേഹമാണ് കാരുണ്യം. അർഹതപ്പെട്ടത് കൊടുക്കുന്നതല്ല, അർഹതയില്ലാത്തവന് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കാരുണ്യം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അനീതിയും നീതിയും കാരുണ്യവും തമ്മിലുള്ള ബന്ധം. അനീതി എന്ന് പറയുന്നത് അർഹതപ്പെട്ടത് കൊടുക്കാത്തതാണ്. അർഹതപ്പെട്ടത് കൊടുക്കാത്തതിൻ്റെ പേരാണ് അനീതി. അർഹിക്കുന്നത് കൊടുക്കുന്നതാണ് നീതി. എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടയാൾക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നതാണ് നീതി. നീതിയെക്കാളും ഒരു പടി കൂടെ ഉയർന്നാണ് കാരുണ്യം നിൽക്കുന്നത്. അർഹത ഇല്ലാത്തത് കൊടുക്കുന്നതാണ് കാരുണ്യം. ആ ഒരു കാരുണ്യമാണ് ദൈവം ലോകത്തിൽ എന്നും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം എന്ന് പറയുക. ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് രക്ഷാകര പദ്ധതിയിലൂടെയാണ്. ബൈബിൾ ആഴങ്ങളിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സത്യം അതാണ്. പറുദീസയുടെ സൗഭാഗ്യത്തിലാക്കിയ മനുഷ്യൻ എല്ലാ സൗഭാഗ്യങ്ങളും വിട്ടെറിഞ്ഞ് ദൈവത്തെ നിഷേധിച്ച് ധിക്കരിച്ച് തിന്മയുടെ വാക്കുകൾ കേട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവൻ്റെ മുൻപിൽ പറുദീസയുടെ കവാടം കൊട്ടിയടച്ചു. അവൻ പുറത്തായി. പിന്നീടുള്ള ചരിത്രം ബൈബിളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. എന്നാൽ തന്നെ ഉപേക്ഷിച്ചു പോയ മനുഷ്യനെ ഉപേക്ഷിക്കാതെ അവനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവമുണ്ടാക്കിയ പദ്ധതിയാണ് രക്ഷാകര പദ്ധതി. ഈ രക്ഷാകരമായ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തതും അത് പൂർത്തിയാക്കുന്നതും കാരുണ്യവാനായ ദൈവമാണ്.
അതുകൊണ്ടാണ് ദൈവം കാരുണ്യവാൻ എന്ന് പറയുക മാത്രമല്ല, തൻ്റെ പ്രവൃത്തികളിലൂടെ ചരിത്രത്തിൽ അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബൈബിൾ നൽകുന്ന ഏറ്റവും മർമ്മപ്രധാനമായ പാഠം. ദൈവം കാരുണ്യവാനാണ്. ആ കാരുണ്യവാൻ ആയതുകൊണ്ട് രക്ഷാകര പദ്ധതി ഉണ്ടാക്കി, അത് പൂർത്തിയാക്കി, മനുഷ്യന് രക്ഷ നൽകി. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും കാച്ചിക്കുറുക്കി എടുത്താൽ നമുക്ക് കിട്ടുന്ന പരമമായ സത്യം. ദൈവം കാരുണ്യവാനായതുകൊണ്ട് രക്ഷകനെ വാഗ്ദാനം ചെയ്തു. രക്ഷകനെ സ്വീകരിക്കാൻ ഒരു ജനതയെ രൂപപ്പെടുത്തി അബ്രാഹത്തിലൂടെ. പിന്നീട് പ്രവാചകന്മാരിലൂടെ ദൈവം പറഞ്ഞു, ഈ രക്ഷിക്കുവാൻ വരുന്നവൻ്റെ പ്രത്യേകതകൾ എന്താണ്, മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. അത് രക്ഷകൻ വരുന്നതിന് മുൻപ് തന്നെ രക്ഷകനെ സ്വീകരിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ദൈവം ചരിത്രത്തിൽ നടത്തി. കാലത്തിൻ്റെ തികവിൽ തൻ്റെ പുത്രനെ തന്നെ നൽകിക്കൊണ്ട് ദൈവം നമ്മോടുള്ള അനന്തമായ സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിച്ചു. പുത്രനായ ക്രിസ്തുവാകട്ടെ തൻ്റെ ജീവൻ പോലും അർപ്പിച്ചുകൊണ്ട് മനുഷ്യരക്ഷയ്ക്കു വേണ്ടി അവൻ കാൽവരിയിൽ ബലിയായി തീർന്നു. അതോടെ രക്ഷാകര ചരിത്രം അവസാനിക്കുകയല്ല, അവിടെ തുടങ്ങുകയാണ് ചെയ്തത് എന്നുകൂടെ ഒരു സവിശേഷമായ വിധത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എനിക്ക് സംലഭ്യമാകണമെങ്കിൽ അതിനുള്ള വഴി കൂടെ ദൈവം കണ്ടെത്തണം. അതാണ് ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യത പരിശുദ്ധ കത്തോലിക്ക സഭയെ ദൈവം ഏൽപ്പിച്ചിട്ടാണ് ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോയത്. അത് സഭയ്ക്ക് ലഭിച്ച ഈ അമൂല്യമായ നിധിയെ സഭയിലെ 7 വിശുദ്ധ കൂദാശകളിലൂടെയാണ് നമുക്ക് സംലഭ്യമാകുന്നത്. ഓരോ വിശുദ്ധ കൂദാശയിലൂടെയും ദൈവത്തിൻ്റെ അനന്തമായ യോഗ്യത നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നു. അതിൻ്റെ പൂർണ്ണതയാണ് പരിശുദ്ധ കുർബാനയുടെ അനുഭവം. ഇനിയുള്ള കുറേ നാളുകളിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ ആഴമായി പഠിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ദൈവപുത്രൻ്റെ 3 അവതാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ്. അതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ദൈവപുത്രൻ്റെ 3 അവതാരങ്ങൾ സാധാരണഗതിയിൽ കേൾക്കാത്ത ഒരു കാര്യമാണ്. ദൈവത്തിൽ 3 ആളുകളുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവപുത്രന് 3 അവതാരങ്ങളുണ്ട് എന്ന വാക്ക് അത്ര നമുക്ക് പരിചിതമല്ല. പക്ഷേ അതാണ് സത്യം. ബൈബിളിൽ നിന്നുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ദൈവപുത്രൻ്റെ 3 അവതാരങ്ങൾ. ആ 3 അവതാരങ്ങൾ, 1 വചനാവതാരം. എഴുതിയെടുക്കുന്നവർക്ക് അങ്ങനെ എഴുതിയെടുക്കാം. ഒന്നാമത്തത് വചനാവതാരം. ബൈബിളുള്ളവർ തുറന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം എടുത്തു വയ്ക്കുകയും ചെയ്യുക. ഒന്നാമത്തെ അവതാരത്തിൻ്റെ പേരാണ് വചനാവതാരം. രണ്ടാമത്തെ അവതാരത്തിൻ്റെ പേരാണ് മനുഷ്യാവതാരം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1:14 നമ്മളത് കാണുന്നത്. മൂന്നാമത്തെ അവതാരമാണ് അപ്പാവതാരം. അപ്പമായി അവതാരമെടുത്തു. ഇത് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യത്തിലാണ്. ആ 3 അവതാരങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, കിട്ടിയോന്ന് നോക്കട്ടെ. ഒന്നാമത്തെ അവതാരം പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, വചനാവതാരം. രണ്ടാമത്തെ അവതാരം മനുഷ്യാവതാരം. മൂന്നാമത്തെ അവതാരം അപ്പാവതാരം. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം നമുക്കെല്ലാവർക്കും മനഃപാഠമാണ്. നമുക്കതൊന്ന് ഏറ്റുചൊല്ലാം. അത് ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു. ബാക്കി പറയാമെന്ന് നോക്കുകയും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ഇത് ഈ ഒരു വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. വചനാവതാരം എന്നാണ് നടന്നത്, എവിടെയാണ് നടന്നത് എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. വചനാവതാരം എന്നാണ് നടന്നത്, എവിടെയാണ് നടന്നത്, ഇത് മനസ്സിലാക്കിയാൽ ബാക്കി കാര്യങ്ങളെല്ലാം എളുപ്പമായി മാറും.
യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അതിന് വളരെ പ്രത്യേകമായി ഉത്തരം നമുക്ക് കാണാനായിട്ട് കഴിയും. വചനാവതാരം നടന്നത് എവിടെയാണ് എന്നാണ്. അനാദിയിൽ, ആദിയിൽ എന്ന വാക്ക്, അനാദിയിൽ പിതാവിൻ്റെ മനസ്സിലാണ് ദൈവപുത്രൻ വചനമായി അവതാരമെടുത്തത്. പറഞ്ഞേ, അനാദിയിൽ പിതാവിൻ്റെ മനസ്സിൽ ദൈവപുത്രൻ വചനമായി അവതാരം എടുത്തു. അനാദിയിൽ എന്ന് പറഞ്ഞാൽ, ആദിയിലെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാലങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് നടന്ന സംഭവമാണിത്. കാലങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ്, ചരിത്രമുണ്ടാകുന്നതിന് മുൻപ്, മനുഷ്യനുണ്ടാകുന്നതിന് മുൻപ്, പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപ് നടന്ന ഒരു സംഭവമാണ്. അനാദിയിൽ ദൈവം, പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവപുത്രൻ വചനമായി അവതാരം എടുത്തു. അതാണ് ഒന്നാമത്തത്. അപ്പോൾ വാക്ക് ഒരുവൻ്റെ ഉള്ളിലാണ് രൂപപ്പെട്ടു വരിക. ഉള്ളിൽ രൂപപ്പെടുന്ന വാക്കാണ് വായിലൂടെ സ്വരമായി, വാക്കായി പുറത്തേക്ക് വരിക. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം, അനാദിയിലെ പിതാവിൻ്റെ മനസ്സിൽ രൂപപ്പെട്ട വചനം, അത് എല്ലാ സൃഷ്ടികൾക്കും ആദി കാരണമായ വചനമാണ്. ഉണ്ടാകട്ടെ എന്ന ഒരു വചനത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട സ്വരമാണ് വചനം. അതാണ് പുത്രനായ ദൈവം. വാക്ക് അല്ലെങ്കിൽ വചനം എന്ന് പറയുന്നത് ഒരുവൻ്റെ ഉള്ള് വെളിപ്പെടുത്തുന്ന മാധ്യമമാണ്. ഒരാളുടെ മനസ്സ് നമുക്ക് തിരിച്ചെടുക്കാൻ, അറിയാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്ന അയാളുടെ വാക്കിലൂടെയാണ്. ഉദാഹരണമായി, കൗൺസിലിങ്ങിന് നിങ്ങൾ വരുന്നു. കൗൺസിലിങ്ങിന് വന്നിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകളിലൂടെ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ജീവിത വിഷയത്തിൻ്റെ അതിൻ്റെ എല്ലാ തീവ്രതയോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ വാക്കുകളാണ് ഒരാളുടെ ഉള്ള് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈ ഉള്ളവൻ്റെ പഠനത്തിൻ്റെ ചില ചിന്തകൾ ഇത്തരം ചില കൺവെൻഷനുകളിൽ, വൺ ഡേ പ്രോഗ്രാമുകളിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള അറിവും അനുഭവമാണ് ഞാൻ എൻ്റെ വാക്കിലൂടെ പ്രകടമാക്കുന്നത്. വാക്ക് ഒരുവൻ്റെ ഉള്ള് വെളിപ്പെടുത്തുന്ന മാധ്യമമാണ്. അതുകൊണ്ടാണ് പിതാവായ ദൈവത്തെക്കുറിച്ച് ഒരാൾക്ക് അറിയാൻ കഴിഞ്ഞത് പുത്രനായ ക്രിസ്തുവിലൂടെയാണ്, വചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് പുത്രനും, ബാക്കി പറയാൻ നോക്കി, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല. ഈ വാക്കിലൂടെയാണ് പിതാവായ ദൈവത്തെ മനുഷ്യന് മനസ്സിലായത്. ഈശോയാണ് പിതാവിനെ വെളിപ്പെടുത്തി തന്നത്. അത് ഈശോയുടെ പ്രബോധനങ്ങളുടെ പരസ്യ ജീവിതത്തിൻ്റെ നാളുകളിലൂടെ കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാവും. ഈശോ എപ്പോഴും പിതാവുമായുള്ള നിരന്തരമായ ബന്ധത്തിലായിരുന്നു. അവൻ്റെ അധരത്തിലും അവൻ്റെ മനസ്സിലും പിതാവ് എന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും പിതാവിനോട് ചോദിച്ചിട്ടാണ് ചെയ്യുക. പിതാവ് ആവശ്യപ്പെടുന്നത് മാത്രമാണ് ഈശോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി മുഴുവൻ പൂർത്തിയാക്കുന്നത് ഈ പിതാവുമായുള്ള നിരന്തരമായ സമ്പർക്കത്തിലും ബന്ധത്തിലുമായിരുന്നു എന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് ഉള്ള് വെളിപ്പെടുത്തുന്ന മാധ്യമമാണ് വചനം എന്ന് സൂചിപ്പിക്കുക. ഉള്ള് വെളിപ്പെടുത്തുന്ന മാധ്യമമാണ് വചനമെങ്കിൽ ആ വചനം ഒരു വാക്ക്, ഒരു സ്വരമാണ്, അക്ഷരക്കൂട്ടമാണ്. അക്ഷരങ്ങളുടെ കൂട്ടമാണ് വാക്ക്. ഒരു സ്വരമാണ് വാക്ക്. ഒരു സ്വരമായി പുറത്തു വരുന്നു. സ്വരമായി പുറത്തു വരുന്നതിനെല്ലാം ശക്തിയുണ്ട്. ഉണ്ടാകട്ടെ എന്ന വാക്കിന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. ജീവിതത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളോട് സാരമില്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊരു ശക്തിയായി ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് വരികയാണ്, പ്രചോദനങ്ങളായി മാറുകയാണ്, ഉണർവായി നൽകുകയാണ്. അതുകൊണ്ടാണ് വാക്കിന് ശക്തിയുണ്ട്, വാക്കിന് അപാരമായ ശക്തിയുണ്ട്. ഒരു വ്യക്തിയെ നശിപ്പിക്കുവാനും വാക്ക് മതി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വാക്ക് അക്ഷരക്കൂട്ടങ്ങളായി ആദ്യം പിറക്കുന്നു. അക്ഷരക്കൂട്ടങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് പിന്നീട് മനസ്സിലാകുന്നു. വചനാഭിഷേകം കിട്ടുന്നതിന് മുൻപ് വാക്ക് അക്ഷരക്കൂട്ടങ്ങളോ ശബ്ദമോ അത് ശക്തിയോ മാത്രമാണ്. എന്നാൽ വചനാഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ വാക്ക് കേവലം അക്ഷരക്കൂട്ടമല്ല, അത് ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാവും.
വചനം വ്യക്തിയാണ്, അത് ഒരു സ്വരം മാത്രമല്ല. ഇതെവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? അത് 2-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ബൈബിൾ തുറന്നു വെച്ചും യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യം, സമസ്തവും 3-ാം വാക്യം, സമസ്തവും അവനിലൂടെ ഉണ്ടായി. അവനിലൂടെ, ഒരു വ്യക്തിയെയാണ് പറഞ്ഞത്. സമസ്തവും അവനിലൂടെ ഉണ്ടായി. വചനം വ്യക്തിയാണ്, വചനം വ്യക്തിയാണ്. പുത്രൻ തമ്പുരാൻ വ്യക്തിയാണ്. അതുകൊണ്ടാണ് സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധത്തിൽ അസന്നിഗ്ധമായ ഭാഷയിലാണ് വചനത്തെ വ്യക്തിയായി ബൈബിൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, വചനം വ്യക്തിയാണ്. ദൈവപുത്രൻ്റെ 1-ാമത്തെ അവതാരമാണ്, പുത്രൻ ദൈവപുരാൻ്റെ 1-ാമത്തെ അവതാരമാണ് വചനാവതാരം. ഈ വചനാവതാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വചനം അരൂപിയാണ്. അരൂപി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അരൂപി എന്ന് പറഞ്ഞാൽ രൂപം ഇല്ലാത്തത് എന്നാണ്. രൂപം ഇല്ലാത്തതിനെ നമുക്ക് കാണാനാവില്ല. ഏതെങ്കിലും ഒരു രൂപമുള്ളതിനെ മാത്രമേ നമുക്ക് കാണാനാകൂ. എന്നാൽ വചനമാകുമ്പോൾ വചനത്തിന് രൂപമില്ലാത്തതുകൊണ്ട്, അരൂപിയായതുകൊണ്ട് നമുക്ക് കാണാനാവില്ല. അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് മനുഷ്യർക്കുണ്ടായിട്ടുള്ള എല്ലാ ദൈവാനുഭവങ്ങളും കണ്ട് അല്ല, പ്രത്യുത കേട്ട് ആണ്. വചനം കാണാനാവില്ല, വചനം കേൾക്കാനാകും. അതുകൊണ്ട് പഴയ നിയമത്തിലെ എല്ലാ ദൈവാനുഭവങ്ങളും കേൾവിയിലൂടെ ഉണ്ടായതാണ്. കേൾവിയിലൂടെ മാത്രം ഉണ്ടായ ചില ദൈവാനുഭവങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം. ഒന്നാമത്തേത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോഹയുടെ ദൈവാനുഭവമാണ്. നോഹയുടെ ദൈവാനുഭവം, അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോഹയുടെ ദൈവാനുഭവത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് വായിക്കുക. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യരെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെക്കുറിച്ച് ദൈവം പരിതപിക്കുകയാണ്. 6-ാമത്തെ വാക്യം എത്തുമ്പോൾ കർത്താവ് അരുളി ചെയ്തു: എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നോഹയെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് കാരണമായി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം കർത്താവ് ഇങ്ങനെ പറയുന്നു: എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് കാരണമായി. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ പ്രീതിക്ക് കാരണമായ ഒരാളെ ആ ഒരു കാലഘട്ടത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുകയും അവനോട് സംസാരിക്കുകയും ചെയ്യുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളത് കാണുന്നത്: ദൈവം നോഹയോട് അരുളി ചെയ്തു: ജീവജാലങ്ങളെ എല്ലാം നശിപ്പിക്കുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭൂമിയോടുകൂടെ അവരെ ഞാൻ നശിപ്പിക്കും. ഓഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കുക, അതിൽ മുറികൾ തിരിക്കുക, അതിൻ്റെ അകത്തും പുറത്തും കീലുകൾ തേക്കണം. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നതിൻ്റെ വിശദാംശങ്ങളാണ് പിന്നീട് രേഖപ്പെടുത്തിയിരിക്കുക. നോഹ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് കണ്ണും പൂട്ടി അത് വിശ്വസിച്ച് അവൻ രാപകലില്ലാതെ
കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവൻ പെട്ടകം പണിയുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ മറ്റുള്ളവരെല്ലാം കളിയാക്കുമ്പോഴും പണി ഉപേക്ഷിച്ച് പോകാതെ നിൽക്കാൻ മാത്രം തീവ്രമായൊരു ദൈവാനുഭവം അവനുണ്ടായിരുന്നു. അവന് ദൈവത്തിൻ്റെ മുൻപിൽ പ്രീതികരമായ ജീവിതം നയിച്ചവനോട് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അത് ആണ് നോഹയ്ക്ക് ഉണ്ടായ ദൈവാനുഭവം. ആ ദൈവാനുഭവം ശക്തമായിരുന്നു. ആ ദൈവാനുഭവം കേൾവിയിലൂടെ മാത്രം ഉണ്ടായതാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, കേൾവിയിലൂടെ ഉണ്ടായതാണ്. രണ്ടാമതായി ബൈബിളിൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ അബ്രാഹത്തിനുണ്ടാകുന്ന ദൈവാനുഭവമാണ്. അതിൻ്റെ ഭാഗം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ ദൈവമായ കർത്താവ് 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകല സുരക്ഷിതത്വങ്ങളും ഉപേക്ഷിച്ച് യാതൊരു പരിചയമില്ലാത്ത ദൈവം ചൂണ്ടിക്കാട്ടുന്ന അവൻ്റെ വിരൽത്തുമ്പിനെ മാത്രം നോക്കിയുള്ള അനിശ്ചിതത്വത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമായിരുന്നു അബ്രാഹത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ബാക്കി പത്രം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സുരക്ഷിതത്വങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു നാട്ടിലേക്ക് ദൈവം പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരു അബ്രാഹത്തിൻ്റെ തീവ്രമായ ദൈവാനുഭവം ആരംഭിക്കുന്നത് ഒരു വചനത്തിലാണ്. ദൈവം അബ്രാഹത്തെ വിളിച്ചു, അവനോട് സംസാരിച്ചു. അബ്രാഹത്തിൻ്റെ ദൈവാനുഭവം കേൾവിയിലൂടെ ഉണ്ടായതാണ്. കേൾവിയിലൂടെ ഉണ്ടാകുന്ന ദൈവാനുഭവത്തിൻ്റെ പ്രത്യേകത, ആ സ്വരം പിന്നീട് കേൾക്കുന്ന സമയത്ത് നമുക്കത് അനുഭവിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ അത് കേട്ട ഒരു സ്വരത്തിൻ്റെ ഓർമ്മ മാത്രമായി മാറും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനെടുത്ത ക്ലാസ് കേട്ട സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ട്, ചെവികളിലുണ്ട്. പക്ഷേ പിന്നീട് ആ ക്ലാസ്സും അന്ന് പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഒരു ഓർമ്മയാണ്. കേട്ട ഒരു സംഭവത്തിൻ്റെ, ഒരു ക്ലാസ്സിൻ്റെ ഓർമ്മ. പക്ഷേ അത് തീവ്രമാണ്. അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളവും നോഹയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കേട്ട ആ ഒരു ദൈവത്തിൻ്റെ സ്വരം അത്രമാത്രം അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചു. പിന്നീട് പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ മോശയുടെ ദൈവാനുഭവത്തെ രേഖപ്പെടുത്തുന്നുണ്ട്. ഹോറബിൻ്റെ മലമുകളിൽ വെച്ച് ദൈവമായ കർത്താവ് മോശയോട് സംസാരിക്കുന്നതാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 7-8 തിരുവചനങ്ങൾ. മോശയോട് ദൈവമായ കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയരുന്ന രോദനം ഞാൻ കേട്ടു. അപ്പോൾ നമ്മുടെ ദൈവം ആരാണ്? മനുഷ്യൻ്റെ യാതനകൾ കാണുന്ന ദൈവമാണ്, കേൾക്കുന്ന ദൈവമാണ്, നിലവിളികൾ അറിയുന്ന ദൈവമാണ്. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കുവാനും വിമോചിപ്പിക്കുവാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായൊരു ദേശത്തേക്ക് അവരെ നയിക്കുവാനും വേണ്ടിയാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം കണ്ണുനീര് കാണുന്ന ദൈവമാണ്, നിലവിളി കേൾക്കുന്ന ദൈവമാണ്. ആരോരും അറിയാതെ കരയുന്ന കാര്യങ്ങളും ദൈവം അറിയുന്നു, ദൈവം മനസ്സിലാക്കുന്നു. അവരെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അതാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 7-8 തിരുവചനങ്ങളിലൂടെ കാണുക. ഇപ്രകാരമുണ്ടായ എല്ലാ ദൈവാനുഭവങ്ങളും, പഴയ നിയമത്തിലെ എല്ലാ ദൈവാനുഭവങ്ങളും കേൾവിയിലൂടെ മാത്രം ഉണ്ടായതാണ്. കേൾവിയിലൂടെ ലഭിക്കുന്ന അറിവുകൾക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. എന്നാൽ അതിനെ അതിലംഘിച്ച് അറിവുകളെയും അനുഭവങ്ങളെയും കൂടുതൽ ആഴപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ദൈവം രണ്ടാമത്തെ അവതാരമെടുത്തത്. രണ്ടാമത്തെ അവതാരത്തിൻ്റെ പേരാണ് മനുഷ്യാവതാരം. എല്ലാവരും പറഞ്ഞേ, രണ്ടാമത്തെ അവതാരമാണ് മനുഷ്യാവതാരം. കേൾവിയിലൂടെയുള്ള ദൈവാനുഭവങ്ങളുടെ പരിമിതികളെ അതിജീവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ ദൈവം കണ്ടെത്തിയ മാർഗമാണ് മനുഷ്യനായി അവതാരം എടുക്കുക എന്നത്. അതാണ് രണ്ടാമത്തെ അവതാരം. വചനാവതാര കാലഘട്ടത്തിലെ അറിവും മനുഷ്യാവതാര കാലഘട്ടത്തിലെ അറിവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന് കേൾവി മാത്രമാണ്. രണ്ടാമത്തേത് കേൾവി മാത്രമല്ല,
കാണാനും കേൾക്കാനും തൊടാനും പറ്റുന്ന വിധത്തിൽ ഒരു വ്യക്തിയായി രൂപപ്പെട്ടതാണ് മനുഷ്യാവതാരം. അതാണ് മനുഷ്യാവതാരം. മനുഷ്യൻ്റെ സ്ഥലകാല പരിമിതികളിലേക്ക് ദൈവം ഇറങ്ങി വന്നതാണ് മനുഷ്യാവതാരം. മനുഷ്യൻ്റെ സ്ഥലകാല പരിമിതികളിലേക്ക് ദൈവം ഇറങ്ങി വന്നതാണ് മനുഷ്യാവതാരം. കാലത്തിന് അതീതനായ ദൈവം 33 വർഷത്തിൻ്റെ കാലയളവിനുള്ളിലേക്ക് ഒതുങ്ങിക്കൂടിയതാണ് മനുഷ്യാവതാരം. പ്രപഞ്ചത്തിന് ഉൾക്കൊള്ളാനാവാത്ത വിധം സർവവ്യാപിയായ ദൈവം ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടിയതാണ് മനുഷ്യാവതാരം. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ സ്ഥലകാല പരിമിതികളിലേക്ക് ദൈവം ഇറങ്ങി വന്നതാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ആ മനുഷ്യാവതാരത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1:14 കിട്ടിയവർ വായിക്കുക. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നാം ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം എന്നാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ദൈവപുത്രൻ്റെ 2ാമത്തെ അവതാരമാണ് മനുഷ്യാവതാരം. നമ്മൾ ഇത്രയും കാലം മനുഷ്യാവതാരം മുതലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. മനുഷ്യാവതാരത്തിന് മുൻപുള്ള പഴയ നിയമ കാലഘട്ടത്തിലെ ദൈവപുത്രൻ വചനത്തിൻ്റെ രൂപത്തിലായിരുന്നു എന്നാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. രണ്ടാമത്, കാലത്തിൻ്റെ തികവിൽ അതേ വചനം, അനാദിയിലെ ഉണ്ടായിരുന്ന വചനം മനുഷ്യൻ്റെ രൂപത്തിലേക്ക് രൂപമെടുത്ത് വരികയാണ്. അതെങ്ങനെയാണ്? മറിയത്തിൻ്റെ ഉദരത്തിൽ മാംസം ധരിച്ച വചനം അനാദിയിലേ ഉള്ള വചനമാണ്. അനാദിയിലെ പിതാവിൻ്റെ മനസ്സിലുള്ള വചനം, പിതാവിനോട് കൂടെയുള്ള വചനം, പിതാവിനോട് സമനായ വചനം, പിതാവിൻ്റെ ഏകജാതനായ വചനം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വചനം, ജീവൻ തരുന്ന ദൈവത്തിൻ്റെ ജീവദായകമായ വചനമാണ് കാലത്തിൻ്റെ തികവിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ മനുഷ്യനായി അവതാരമെടുത്തത്. വചനാവതാരം വിശ്വസിക്കുന്നവന് മനുഷ്യാവതാരം വിശ്വസിക്കാതെ വയ്യ. കാരണം അനാദിയിലെയുള്ള ദൈവത്തിൻ്റെ വചനമാണ് ഇവിടെ മാംസം ധരിച്ചിരിക്കുന്നത്. അനാദിയിലെയുള്ള ദൈവവചനം. ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതിൻ്റെ സദ്വാർത്തയാണ് മംഗളവാർത്തക്കാലം നമുക്ക് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ മാംസരൂപമാണ് ഈശോ എന്ന വലിയ തിരിച്ചറിവ്. അതുകൊണ്ട് മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യന് കിട്ടിയ മഹാഭാഗ്യം ദൈവത്തെ കാണാൻ കഴിയുന്നു. അതുവരെ ദൈവത്തെ കേൾക്കാൻ മാത്രമേ കഴിയൂ, കാണാനാവില്ല. കാരണം വചനം അരൂപിയാണ്. എന്നാൽ മനുഷ്യാവതാരം മുതൽ ദൈവത്തെ കാണാൻ കഴിയുന്നു. ഒരു സ്വരത്തിൻ്റെ ഓർമ്മയല്ല ഇനി ദൈവം. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തി. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 1:3 വ്യാഖ്യാനിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ആ വ്യക്തിയാണ്, വചനമായ ദൈവപുത്രനാണ് ഇവിടെ മാംസം ധരിച്ച് മനുഷ്യരുടെ കൂടെ വസിക്കാൻ തുടങ്ങി. അപ്പോൾ മനുഷ്യൻ വസിക്കുന്ന ഇടങ്ങളൊക്കെ ദൈവത്തിൻ്റെ വാസസ്ഥാനമായി മാറുകയാണ്. ദൈവം കൂടെ വസിക്കുമ്പോൾ എമ്മാനുവേൽ അനുഭവത്തിലേക്ക് നമ്മൾ വളരുന്നു. ദൈവം കൂടെ വസിക്കുന്നു. നമ്മൾ വസിക്കുന്ന എല്ലാ ഇടങ്ങളിലും ദൈവം വസിക്കുന്നു. കാരണം വചനം അങ്ങനെയാണ്. ദൈവം മനുഷ്യനായി അവതാരമെടുത്ത് നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മുടെ ഇടയിൽ വസിച്ചു. ഇതൊരു വലിയ തിരിച്ചറിവാണ്. നമ്മൾ ഒറ്റയ്ക്കാണെന്നാണ് പലപ്പോഴും ചിന്തിക്കുക. അല്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്. കാരണം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം വിശ്വസിക്കുന്നവന് എൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാതിരിക്കാനാവില്ല. ഏത് സമയത്തും നിന്നെ ഉപേക്ഷിക്കാതെ കൂടെയുള്ള ഒരു ദൈവം എനിക്കുണ്ട് എന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ എൻ്റെ ദൈവം
എൻ്റെ കൂടെയുണ്ട്, അവൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് നമുക്ക് തരുന്നത് വലിയ ആത്മബലമാണ് എന്ന് തിരിച്ചറിയണം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നാം ദർശിച്ചു. മനുഷ്യൻ ആദ്യമായി ദൈവത്തെ കണ്ടത് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പിള്ളക്കച്ചയിൽ പൊടിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണീശോയുടെ രൂപത്തിലാണ്. ദൈവം ആദ്യമായി മനുഷ്യൻ്റെ മുൻപിൽ ദൃശ്യനായത് ഉണ്ണീശോയുടെ ഒരു നവജാത ശിശുവിൻ്റെ രൂപത്തിലാണ്. മാനുഷികതയിൽ മറഞ്ഞിരിക്കുന്ന ദൈവീകതയാണ് ക്രിസ്തു. മനുഷ്യൻ്റെ രൂപത്തിലാണെങ്കിലും ആ രൂപത്തിൻ്റെ ഉള്ളിൽ സത്യമായും ദൈവപുത്രനാണ് അടങ്ങിയിരിക്കുന്നത്, ജീവിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. അതുകൊണ്ടാണ് മാനുഷികതയിൽ മറഞ്ഞിരിക്കുന്ന ദൈവീകതയാണ് ഈശോ എന്ന് പറയുക. മറ്റുള്ളവർ കാണുന്നത് ഒരു മനുഷ്യ രൂപത്തിലാണ്, ഒരു നവജാത ശിശുവാണ്. എന്നാൽ ആ നവജാത ശിശുവിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് എന്ന് മനസ്സിലായവർക്ക് അവനെ കുമ്പിട്ട് ആരാധിക്കാൻ കഴിഞ്ഞു. അതാണ് ഇടയന്മാർക്ക് സാധിച്ചത്. ഇതാണ് പൂജാ രാജാക്കന്മാർക്ക് സാധിച്ചത്. ഇതാണ് പരിശുദ്ധ അമ്മയ്ക്കും മാർയോസേ പിതാവിനും സാധിച്ചത്. അന്ന് ഈശോ ആയിരുന്ന കാലഘട്ടത്തിൽ ഈശോയെ കണ്ടവർക്കെല്ലാം ഈ സത്യം, വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ഈശോയെ കണ്ടവർക്കെല്ലാം സത്യമായും ഇവൻ ദൈവപുത്രനാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. സത്യമായും അവൻ ദൈവപുത്രനാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം കിട്ടാത്തവർക്ക് ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. പാപികളുടെ നടുവിൽ കിടക്കുന്ന പാപിയായ ഒരു മനുഷ്യൻ. അവൻ്റെ നാട്ടിലുള്ളവർക്ക് അവനെ മനസ്സിലായിട്ടില്ല, കൂടെയുണ്ടായിരുന്നവർക്ക് അവനെ മനസ്സിലായില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം കിട്ടിയവർക്ക് അവൻ സത്യമായും ദൈവമായിരുന്നു എന്ന് മനസ്സിലാകും. അങ്ങനെ എമ്മാനുവലായി കൂടെ വസിച്ച ദൈവത്തെ ആ ഒരു കാലഘട്ടത്തിലുള്ളവർക്ക് അവനെ കാണാം, അവനെ കേൾക്കാം, അവനെ തൊടാം. അതിനുള്ള മഹാഭാഗ്യം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടുകൂടെ അവർക്ക് ലഭ്യമായി. ദൈവപുത്രൻ സ്വയം ശൂന്യവൽക്കരിച്ച് ദാസൻ്റെ രൂപം ധരിച്ച് കൂടെ വസിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങൾ വളരാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവപുത്രൻ്റെ ശൂന്യവൽക്കരണമാണ് മനുഷ്യാവതാരത്തിൽ നാം ദർശിക്കുന്നത്. ഫിലിപ്പി ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഈ ശൂന്യവൽക്കരണത്തെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ: ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന്, ശരിക്കും ശ്രദ്ധിക്കുക, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടപ്പോഴും അവൻ ആ മനുഷ്യരൂപത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായും അവൻ ദൈവപുത്രനായിരുന്നു എന്നത് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയവർക്കെല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞ യാഥാർത്ഥ്യം. ഇത് പരിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോൾ കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. അപ്പത്തിൻ്റെ രൂപത്തിലാണ് ഇന്ന് നാം ദൈവത്തെ കാണുന്നതെങ്കിൽ ആ അപ്പത്തിൻ്റെ ഉള്ളിൽ സത്യമായും ദൈവപുത്രനായ ഈശോ, വചനമായിരുന്ന ഈശോ, മനുഷ്യനായി തീർന്ന ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ ഇന്ന് ഉണ്ട് എന്നതാണ് ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ തിരിച്ചറിവ്. അതിൻ്റെ വിശദാംശങ്ങൾ അടുത്ത പ്രാവശ്യം പറയാമെന്ന് ഞാൻ കരുതുകയാണ്. ദൈവത്തിൻ്റെ ശൂന്യവൽക്കരണങ്ങളുടെ അനന്തരഫലമാണ് മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളുടെ വളർച്ച. കൂടെ ഇറങ്ങി വന്ന് താമസിക്കാൻ മാത്രം അവൻ ചെറുതായപ്പോൾ മനുഷ്യൻ്റെ കൂടെ വസിക്കുന്ന ദൈവത്തെ കാണാനുള്ള മഹാഭാഗ്യം മനുഷ്യന് ലഭിച്ചു. ദൈവവും മനുഷ്യനും ഒന്നിച്ചിരിക്കേണ്ടവരും ഒന്നായിത്തീരേണ്ടവരുമാണ്. ഒന്നിച്ചിരിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായി, ഒന്നായിത്തീരാൻ വേണ്ടി ദൈവം അപ്പമായി മാറി. നമുക്ക് ദൈവമേ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാനുള്ള കൃപ തരണമേ. വചനത്തിൻ്റെ കവാടം ഞങ്ങളുടെ മുൻപിൽ തുറക്കണമേ. വചനത്തെ ഉൾക്കൊള്ളുവാൻ തക്കവിധം വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം തരണമേ.
നിത്യസത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആഴമുള്ള വിശ്വാസമുള്ളവരായി ജീവിക്കാനുള്ള മഹാഭാഗ്യം തരണമേ എന്ന് ആ രാത്രിയുടെ സമയത്ത് നമുക്ക് തീഷ്ണമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്